സോ ഗൈസ്, ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. ഞാൻ മാരീഡ് ആണ്, സിംഗിൾ ആണ്. എനിക്കൊരു വൈഫും ഉണ്ട്, നല്ലൊരു സുന്ദരിയായ മോളും ഉണ്ട്. ഞാൻ മാരീഡ് ആണ്. ഗ്ലാമി ഗംഗ, ഗ്ലാമി ഗംഗയുടെ വരൻ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്നത്, കല്യാണം കഴിച്ച് ഡിവോഴ്സായി ഒരു കൊച്ചുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഇവിടെ പലർക്കും പ്രശ്നമായിട്ട് മാറുന്നത്. ഇന്ന് ഫൈനലി നമ്മുടെ മുതുക്ക് ചെറുക്കൻ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. യെസ് ഗൈസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. അപ്പം മുതുക്ക് ചെറുക്കനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ പറയും. ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം പുള്ളി പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ബിക്കോസ് കാരണം ഇത് ഞങ്ങൾ കുറെ നേരമായിട്ട് ഇൻട്രോ കൊടുക്കണം. നിങ്ങളിവിടെ ചിരി പറ്റല്ല അങ്ങനെ ഇരുന്ന് ചിരിക്കണ്ട. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഒരു എഡിറ്ററാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. എന്റെ സ്ഥലം വന്നിട്ട് ഉച്ചക്കട, അതായത് ബാലരാമപുരത്തിന് അടുത്തൊക്കെ ആയിട്ട് വരും. അതായത് എനിക്ക് ആദ്യം ഇട്ട കല്യാണം കഴിക്കാൻ പോണെന്ന് പറയുന്ന വീഡിയോയിൽ തന്നെ ഒരുപാട് കമന്റ് ഉണ്ട്, എവിടെ ചെറുക്ക്, എവിടെ എന്തിന് ഇത്രയും വലിച്ചു നീട്ടണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മനഃപൂർവ്വം അല്ല, കാരണം ചെറിയ തിരക്കുകൾ കാരണമാണ്, സാഹചര്യങ്ങൾ കാരണമാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞങ്ങൾക്ക് ഒരു മരണമൊക്കെ വന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒട്ടും പറ്റിയില്ല കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ കുറച്ച് ഇതായിരുന്നു. സോ നമ്മള് ഈ ഫെബ്രുവരിയില് നമ്മുടെ എന്താണ് എൻഗേജ്മെന്റ്. യെസ്, നമ്മുടെ എൻഗേജ്മെന്റ് ആണ് ഫെബ്രുവരിയില്. ആൻഡ് ഈ വർഷം എന്തായാലും വെഡിങ് കാണും. ആൻഡ് ഓക്കെ, ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എച്ചാതി നെഗറ്റീവാണെന്നറിയോ. ഇവിടെ രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കുന്നതിൽ ഇത്രയും നെഗറ്റീവ് അടിക്കാൻ എന്താണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടാം കെട്ടാണെങ്കിലും മൂന്നാം കെട്ടാണെങ്കിലും എന്താണ് പ്രശ്നം എന്നതാണ് ഇവിടെ ചോദ്യം. അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പരസ്പരം കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. കമൻസും ക്യാപ്ഷൻസും ഒക്കെ കാണണം. ഭാവി വരൻ വിവാഹമോചിതനും ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനും. ഇനി കുട്ടിക്കുള്ള എല്ലാ ചിലവും ഗംഗ നോക്കണം. അച്ഛനായോണ്ട് റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അവളെ വച്ചിട്ട് അവൻ ഊറ്റും. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ, അവർക്ക് പരസ്പരം കെട്ടുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കമൻ്റ് ഇടുന്ന അലവലാദികൾക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ ഗംഗയെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ള ഒരുത്തനെ കെട്ടുന്നത്? കെട്ടാത്ത ഒരുത്തനെ നിനക്ക് കിട്ടില്ലേ? ഇവൻ്റെ ഭാര്യ വേണ്ടാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നല്ലതല്ലെന്നർത്ഥം. നല്ല ഒരാളെയും ഒരു പെണ്ണും കളയില്ല. നിനക്കിത് വേണ്ട ഗംഗയെ. വേറെ ഒരു പണിയില്ല മച്ചി നിങ്ങൾക്ക്. ആ കൊച്ചൊരു ചെക്കനെ കണ്ടുപിടിച്ചോട്ട് വന്നു, അവനെ കെട്ടുന്നു എന്ന് പബ്ലിക്കിലോട്ട് പറഞ്ഞു. അത് അവരുടെ ഇഷ്ടം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുവാണോ കക്ഷി ഒരാളെ കണ്ടുപിടിച്ച് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇത് വേണ്ടാന്ന് പറയുമ്പോൾ ആ ചേച്ചി വേണ്ടെങ്കിൽ വേണ്ട, നമുക്കത് ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ അതിൻ്റെ തലയ്ക്ക് ഓളമില്ല. ഞാൻ മാരീഡ് ആണ്, സിംഗിൾ ആണ്. എനിക്കൊരു വൈഫും ഉണ്ട്, നല്ലൊരു സുന്ദരിയായ മോളും ഉണ്ട്. മോളെ പേര് അമയ ബി. സിംഗിൾ ആണ്. ചില ആൾക്കാർ വന്നിടുന്ന കമൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും രണ്ടാം കെട്ട് കെട്ടുന്ന ആൾക്കാർക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. ഈ ഡിവോഴ്സായ ആൾക്കാർക്ക് വേറെ കെട്ടാൻ പാടില്ല എന്ന് വല്ല നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ വല്ല നിയമവും ഉണ്ടോ? അവർ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം അവസാനിച്ച് വീഴുന്ന വല്ല ആരെങ്കിലും പ്രവചിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എൻ്റെ അറിവിലില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ വല്ല അറിവിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ.
ിനേക്കാളും എന്നെ അറിയാന്നുള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, എന്നെ അറിയാന്നുള്ളത്. അതേപോലെ പക്ഷെ ഇപ്പൊ വെച്ചാൽ എനിക്ക് അങ്ങോട്ട് അറിയാം അവനെ ഗൈസ് അവനെ മനസ്സിലാക്കുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് പക്ഷെ എനിക്കത് ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അതായത് ഈ പുള്ളിക്കാരൻ വെച്ചാൽ ഇങ്ങനെ പുറമെ ഇങ്ങനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നടക്കും, പക്ഷെ വലിയ മതില് കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് എന്നെക്കാളും 10 ഇരട്ടി ഹൈറ്റിലുള്ള ഒരു മതില് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 അമിതാഭ് ബച്ചൻ കയറി നിന്ന് എത്ര പൊക്കം വരും? 5 അമിതാഭ് ബച്ചൻ കയറുന്ന എത്ര ഹൈറ്റ് വരും? അത്രയും വലിയൊരു മതിൽ കെട്ടിച്ചിട്ടുണ്ട്. ആ മതിലിനപ്പുറത്തുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ ഈസിയാണ്, പക്ഷെ ആ മതിൽ കടന്നു പോകണം. അതായത് ഇപ്പൊ പുറമെയുള്ള അപ്പു എന്ന് പറയുമ്പോൾ എനിക്കൊരു ചില്ല അപ്പുവാണ്, എനിക്കറിയുന്ന അപ്പു എന്ന് പറയുന്നത്. ഇപ്പം ഒരു ആദ്യം കെട്ടുന്ന ആൾ തന്നെ വിചാരിച്ചോ, പരസ്പരം മനസ്സിലാക്കാനും അണ്ടർസ്റ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റാത്ത ഒരാളാണെങ്കിൽ അതെന്തായാലും ഡിവോഴ്സ് ആവത്തില്ലേ? എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും? അവർക്ക് തന്നെ മടുക്കും, ചിലപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്യും, സെപ്പറേറ്റ് ആവും. അതിപ്പോൾ ഫസ്റ്റുള്ള മാരേജിലാണെങ്കിലും സെക്കൻഡുള്ള മാരേജിലാണെങ്കിലും നടക്കാനുള്ളതാണെങ്കിൽ നടന്നിരിക്കും. മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിനക്ക് നല്ലൊരാൾ ലൈഫിൽ വരും, നീ ആഗ്രഹിച്ച പോലെ ഒരാള്. അപ്പൊ എനിക്ക് ഭയങ്കര ആരും എന്റെ ലൈഫിൽ തന്നെ പൊളി. ഞാൻ അപ്പോഴും വിചാരിച്ചില്ല, ഇപ്പോഴും വിചാരിച്ചില്ല. നല്ലത്, താങ്ക് യു. കാരണം ഇപ്പൊ തന്നെ എന്നെ ഇത്രയും മനസ്സിലാക്കി ഇത്രയും നേരം പറഞ്ഞത് തന്നെ കാണാൻ മനസ്സിലാവുമല്ലോ എന്തുമാത്രം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ആരെയും ചൂഴ് നോക്കാനോ എനിക്ക് അവൻ എന്നെയോ ചൂഴ് നോക്കാൻ പറ്റൂല. പക്ഷെ ഒരു വിധം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അത്രയും പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയാ, ഒരാൾ മറ്റൊരാളെ പറ്റി പറയുമ്പം അപ്പോഴേ മനസ്സിലാവുള്ളൂ അയാളെ വില എന്താണെന്ന്. അതുപോലെ എന്റെ വില മനസ്സിലാക്കി തന്ന ഒരാളും എന്റെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കി തന്ന ഒരാളും അതിപ്പോഴും നല്ല കുറച്ച് ആൾക്ക് മുന്നെയാണ് ഞാൻ അവനിങ്ങനെ അവരെ പരസ്പരം റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവരെ പരസ്പരം സ്നേഹിച്ചിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കമൻറ്റോളികൾക്ക് എന്താണ് പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓരോ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഇടയിൽ റോയ് അവരുടെ വൈഫ് കൂളിംഗ് ഗ്ലാസ് വെച്ചതിന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടാണ്. ഇതും അതാണ്, ഈ കമൻറ്റോളികൾക്ക് എന്താണ് പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് പരസ്പരം ജീവിക്കുന്നതിൽ പ്രശ്നമില്ല, അവർക്ക് മനസ്സിലാക്കുന്നതിൽ പ്രശ്നമില്ല, സ്വന്തം ജീവിതമാണ്. അപ്പോൾ പറയും സോഷ്യൽ മീഡിയയിൽ വന്നിടുന്നതുകൊണ്ടല്ലേ പറയുന്നത് എന്നുള്ളത്. എടോ, അവർ നിങ്ങളൊരു ഫാമിലി ആയിട്ട് കണ്ടതുകൊണ്ടാണ് വന്നിട്ട് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായത്, ആ ഹാപ്പിനെസ് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ഒരു ഫാമിലി ആയതുകൊണ്ടാണ് എന്നതിൻ്റെ അർത്ഥം ഞാനെടുത്ത തീരുമാനത്തെ നിങ്ങൾക്ക് എന്തൊക്കെ രീതി പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിട്ട് അത് ഇല്ലാതാക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇല്ലാതാക്കാം എന്നല്ല. നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരും എന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നെഗറ്റീവ് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, ഒരു പെയിൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ സ്വയം ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കണം. ഞാനിങ്ങനെ പറയുമ്പോൾ അവൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ അവളുടെ സ്ഥാനത്ത് നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ പെയിൻ എന്നുള്ളത്. അങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടത്തില്ല. ഇതിപ്പോൾ സ്വന്തം ഫാമിലി ആയിട്ട് കാണുന്നു, അതുകൊണ്ട് പോയിട്ട് കമൻ്റ് ഇടുന്നു, അതൊരു ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ഒരാളെ സബ് ചെയ്ത് വെച്ചിട്ട് അയാൾ നമ്മുടെ ഫാമിലിയാണ്, അവരോട് നമുക്ക് എന്തും പറയാം, പക്ഷെ അത് അവരുടെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി എന്നാൽ.